പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവമേ, എൻ്റെ ഈ കഷ്ടതയുടെ നടുവിൽ അങ്ങ് അകലെയാണ്. 10-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ന്, കഷ്ടകാലത്ത് നീ മറഞ്ഞിരിക്കുന്നതെന്ന്. പക്ഷേ ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുകയില്ല, നമ്മളെ വിട്ട് ദൂരെ പോകത്തില്ല. നമ്മുടെ കർത്താവ് ഹൃദയം തുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നത്. സ്തോത്രം. വിവിധമായ വചനങ്ങൾ ആധാരമായി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഒന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കും. ഒന്ന്, വിളിച്ച കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച നമ്മുടെ കർത്താവ് വിശ്വസ്തനെന്ന് 1 കൊരിന്ത്യർ 1:9 സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 14:27 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലും കർത്താവ് നമുക്ക് മുമ്പിലാണ്. അവിടെ എങ്ങനെ വായിക്കുന്നത്? എന്റെ പിന്നാലെ വരുവിൻ. മറ്റൊരു ഭാഗത്ത് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം. നമ്മൾ കർത്താവിനെ അനുഗമിക്കുക. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രയാസങ്ങൾക്കും കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം എന്താ പറയുന്നത്? യഹോവ എന്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകില്ല. അപ്പൊ നമ്മുടെ കൂടെയുള്ള കർത്താവ്. സ്തോത്രം. 30-ാം യെശയ്യാ പ്രവചനം 30-ാം അധ്യായം അതിന് 21-ാം തിരുവെടുത്ത് വായിക്കും, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നിന്ന് നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അപ്പോൾ കർത്താവ്, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ പിറകിൽ നിന്ന് ശബ്ദം, നമ്മൾ എങ്ങോട്ട് പോകണം, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ശബ്ദം, ദൈവ ശബ്ദം നമ്മുടെ പുറകിൽ നിന്ന് നമുക്ക് കേൾക്കും. അപ്പൊ മുമ്പിലും പിൻപിലും ഉള്ള ദൈവത്തിന്റെ സാന്നിധ്യം. ഇനി 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം അതിന്റെ 4:17 ഇങ്ങനെ വായിക്കുന്നു, കർത്താവോ എനിക്ക് തുണ തന്നു. ഇംഗ്ലീഷ് പരിഭാഷ ഏറെ ശ്രദ്ധേയമാണ്. But the Lord stood at my side and gave me strength. നമ്മുടെ കൂടെയുള്ള കർത്താവ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ പുറകിൽ, നമ്മുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂലത്തിലായാലും ദൈവം നമുക്ക് ദൂരത്തല്ല, ദൈവം നമുക്ക് സമീപസ്ഥനാണ്. ആമേൻ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.